പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിലെ സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം വരെയാണ് വായിച്ച് മനസ്സിലാക്കിയത്. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനമാണ് വായിച്ചത്. യോഹന്നാൻ 1:4 നമ്മൾ വായിച്ചു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇരുട്ടിന് കീഴടക്കാൻ പറ്റാത്ത ഒരു വെളിച്ചത്തിൻ്റെ പേരാണ് യേശു. ഇരുട്ടെന്ന് പറയുമ്പോൾ ഈവിൾ എന്ന അർത്ഥത്തിൽ എടുക്കാം. ഈവിൾ എന്നർത്ഥം തിന്മ എന്നർത്ഥം. തിന്മയ്ക്ക് കീഴടക്കാൻ പറ്റാത്ത ഒരു വെളിച്ചത്തിൻ്റെ പേരാണ് യേശു. അതായത് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞവൻ്റെ എന്ന് പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാചകമുണ്ട്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന്. അതായത് വചനം ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. അന്ധകാരത്തിൽ നിന്ന് 2 കൊരിന്ത്യർ 4:6 അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്സിനെ പറ്റിയുള്ള അറിവിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് തരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതായത് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. ഏത് ദൈവം? അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുദിക്കട്ടെ എന്ന് കൽപ്പിച്ച ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ നിന്ന് പോലും പ്രകാശം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആ ജീവൻ, യേശുവിൽ വെളിപ്പെട്ട ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഞാൻ മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്തെ ഏത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചും രോഗം എന്ന് പറയുന്നത് ഒരു തിന്മയാണ്. മനുഷ്യനതിനെ പല വിധത്തിലാണ് കാണുന്നത്. ചിലരതിനെ ശാപമായിട്ട് കാണുന്നു, ചിലരതിനെ ശിക്ഷയായിട്ട് കാണുന്നു, ചിലർ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്തു കൂട്ടിയ പാതകങ്ങളുടെ സ്വയം കൃതാനർത്ഥമായിട്ട് കാണുന്നു. അപ്പോൾ പല വിധത്തിൽ അത് തിന്മയാണ്. പക്ഷേ യേശുവിലേക്ക് വന്നൊരു വ്യക്തിക്ക് ഈ രോഗം പോലും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളൊരവസരമായിട്ട് മാറും. ഈശോ പറഞ്ഞ പോലെ അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവമഹത്വം ഇവന് പ്രകടമാകാനാണ്. മാത്രമല്ല, ഈ രോഗത്തിന് ഒരു വ്യക്തിയിലുള്ള യേശുവിൻ്റെ വെളിച്ചത്തെ കീഴടക്കാൻ പറ്റില്ല. അതായത് ഒരു വ്യക്തിയുടെ അകത്ത് പ്രവർത്തിക്കുന്ന യേശു എന്ന വെളിച്ചത്തെ കീഴടക്കാൻ രോഗം വന്നാൽ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇവിടെ ഒരു അച്ഛൻ, എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ ആത്മാനന്ദച്ഛൻ, ക്യാൻസറായിരുന്നു. അപ്പോൾ ക്യാൻസറായിരുന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ കുമ്പസാരിക്കാനായിട്ട്, അച്ഛന് തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ കഥ ഇങ്ങനെ കുറ്റിയിടാൻ പറ്റാത്തതുകൊണ്ട് ചാരിയിട്ടിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊട്ടുമ്പോൾ ആ കഥകയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണാം, ക്യാൻസർ ? ആളുകൾ അച്ഛനോട് ചോദിക്കുന്ന ചോദ്യമാണത്, ക്യാൻസറാണോ? എന്നിട്ട് അച്ഛൻ തന്നെ ഉത്തരം എഴുതിയിരിക്കുന്നു, യെസ്. അടുത്ത വാചകം എന്താ പറയുക? സോ വാട്ട്? അതിനിപ്പോൾ എന്ത്? ഇതാണ് ഒരു ആത്മാനന്ദം എന്ന് പറയുന്ന ആ അച്ഛൻ്റെ, എത്രയോ തവണ ആ പേര് പരാമർശിച്ചത് എനിക്കറിയാൻ പാടില്ല. അത്രയും എനിക്ക് ഹൃദയത്തിൽ തട്ടി ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ, ആത്മാനന്ദം എന്ന് പറയുന്ന ആ അച്ഛൻ്റെ അകത്ത് കൊളുത്തപ്പെട്ട യേശു എന്ന വെളിച്ചത്തെ പരാജയപ്പെടുത്താൻ ഈ ക്യാൻസറാകുന്ന ഇരുട്ടിന് കഴിഞ്ഞില്ല. ദാരിദ്ര്യം അല്ലേ, കടബാധ്യത. ഈ വയനാട് ഭാഗത്ത് ഓർത്തഡോക്സ് സഭയിൽ ഒരു തിരുമേനി ഉണ്ടായിരുന്നു, ഒരു ബിഷപ്പ്. അദ്ദേഹം പാടിയിരുന്നു, എൻ്റെ ക്യാൻസറും
എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും, എൻ്റെ ക്യാൻസറും എൻ്റെ സൗഖ്യവും നീ എനിക്ക് തന്നതൊക്കെയും സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ. അതായത് ഈ യേശുവാകുന്ന വെളിച്ചത്തെ ഉള്ളിലേക്ക് ഏറ്റുവാങ്ങിയ മനുഷ്യരെ കീഴടക്കാൻ ഇരുട്ടിന് കഴിയില്ല. ഇനി വേറെന്താ? ഇരുട്ട്, അപവാദം, ദുഷ്പേര്, ആക്ഷേപം, ഹ്യൂമിലിയേഷൻസ്, തെറ്റിദ്ധാരണകൾ, അതുപോലെ രോഗങ്ങൾ, മാനസിക തകർച്ചകൾ, കുടുംബബന്ധത്തിൻ്റെ ശൈഥില്യം, ഇനി ഭാര്യ വഞ്ചിച്ചത്, ഭർത്താവ് ഇരുട്ടല്ലേ? നിങ്ങളൊന്നാലോചിച്ച് നോക്ക്. എത്രയോ ദാമ്പത്യ ബന്ധങ്ങളിൽ ഭർത്താവ് വഞ്ചിച്ചത് ഭാര്യയ്ക്കറിയാം, ഭാര്യ വഞ്ചിച്ചത് ഭർത്താവിനറിയാം. പക്ഷേ യേശു എന്നൊരൊറ്റ വെളിച്ചത്തിൻ്റെ പേരിൽ അവർ കുടുംബം തകരാതെ മുന്നോട്ട് പോവുകയാണ്. യേശു വന്ന് അപ്പോൾ അതിനെ കീഴടക്കാൻ ആ ദാമ്പത്യ അവിശ്വസ്തത എന്ന് പറയുന്ന ഇരുട്ടിന് ഈ കുടുംബ ബന്ധത്തിൽ യേശു കൊളുത്തിയ വെളിച്ചത്തെ കീഴടക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മളെ മനസ്സിൽ വ്യാപകമായ അർത്ഥമുണ്ട് ഇതിന്. ഒരാളുടെ അകത്തേക്ക് യേശു വന്നു കഴിഞ്ഞാൽ പറയുകയാണ്, പിന്നെ എന്തിനാണ് നമ്മളെ തോൽപ്പിക്കാൻ പറ്റുന്നത്? അത് പൗലോസ് ഒരു ഉന്മാദിയെപ്പോലെ, റോമൻ ചക്രവർത്തി ഊരിപ്പിടിച്ച വാളിന് മുമ്പിൽ നിന്ന് ഒരു ഉന്മാദിയെപ്പോലെ പൗലോസ് അട്ടഹസിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് ഞങ്ങളെ വേർപെടുത്താൻ പറ്റും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. പിന്നെ പറയും, ഇക്കാലത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ആധിപത്യങ്ങൾക്കോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ശക്തികൾക്കോ ഈ ലോകത്തുള്ളതിനോ വരാനുള്ളതിനോ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല. യോഹന്നാൻ ഈ സുവിശേഷത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത്, വൺസ് യേശു എന്ന ആ തിരി നിങ്ങളുടെ അകത്ത് കൊളുത്തപ്പെട്ടാൽ അതൊരു ജീവനാണ്. ആ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചമാണ്. ആ ജീവൻ എന്ന് പറഞ്ഞ ഒരു വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒത്തിരി വ്യാപകമായ അർത്ഥങ്ങളുണ്ട് അതിന്. വെളിച്ചമെന്ന് ഞാൻ പറയുമ്പോഴേ മനസ്സിലാക്കേണ്ടതെന്നറിയാം, ഈ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ പ്രസൻസ് ഒരു സ്ഥലത്ത് വ്യക്തമാവണം. ഇപ്പം എത്ര ഇരുട്ടുള്ള സ്ഥലത്തും യേശുവിനെ ക്യാരി ചെയ്യുന്ന ഒരാൾ വെളിച്ചമാവും. ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലത്ത്, ഭയങ്കര പ്രശ്ന, അസ്വസ്ഥത, കലഹങ്ങൾ, തെറ്റിദ്ധാരണ. യേശുവാകുന്ന വെളിച്ചം കൊളുത്തപ്പെട്ട ഒരാൾ ചെന്നിട്ട് ഒരു പക്ഷം പിടിക്കുകയല്ല അവിടെ. അയാൾ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയല്ല. അയാൾ ചെയ്യുന്നത്, അയാൾ ഈ പ്രശ്നമാകുന്ന ഇരുട്ടിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു വെളിച്ചമാണ് യേശു ഉള്ളിൽ കൊളുത്തപ്പെട്ട ഒരാൾ. ഏത് സാഹചര്യത്തിലും ഇപ്പം നിരാശയുള്ള മനുഷ്യരുടെ അടുത്തേക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചമുള്ള മനുഷ്യർ ചെല്ലുമ്പോൾ മൊത്തം അന്തരീക്ഷം മാറി. എത്രയോ പേരുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ആൾ ജീവിതത്തിലേക്ക് വന്നു, ആ ആൾ ജീവിതത്തിൽ ഇടപെട്ടു, ആ ആളുടെ സാന്നിധ്യം കിട്ടി, ആ ആളുടെ പ്രാർത്ഥന കിട്ടി, ആ ആൾ എന്നോട് സംസാരിച്ചു, ആ ആൾ എനിക്ക് ദൈവവചനം പറഞ്ഞു തന്നു, ഒരു സുവിശേഷകൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. എത്രയോ പേര്. ഈ ആനന്ദ് പിള്ള എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനുണ്ട്. അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെയൊക്കെ വലിയൊരു റിസോഴ്സ് പേഴ്സണാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ UN പോലെയുള്ള വലിയ ഇൻ്റർനാഷണൽ സംഘടനകൾ വിളിക്കുന്ന റിസോഴ്സ് പേഴ്സണാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഈ ആനന്ദ് പിള്ളയുടെ ഒരു ടെസ്റ്റിമണി യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇയാൾ പറയാണ്, അയാളുടെ അപ്പൻ്റെ സഹോദരൻ മന്ത്രവാദം ചെയ്തു, ആഭിചാരം ചെയ്ത് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ പരിശ്രമിച്ചു. ഹൈന്ദവരാണ്. അപ്പോൾ ആദ്യം ഇയാളുടെ അപ്പൻ സൂയിസൈഡ് ചെയ്തു, അപ്പൻ ആത്മഹത്യ ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആത്മഹത്യ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ വേറൊരാൾ, എനിക്കൊന്ന് വീണ്ടും ഒരു സിസ്റ്റർ കൂടാണ് തോന്നുന്നു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ മുന്നോട്ട് പോകുന്ന സമയത്ത് പലരും ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെയും ഗതി ഇത് തന്നെയാണ്, നീയും ആത്മഹത്യ ചെയ്യും. അയാൾ പറയുന്നത്, ഒരു ദുരാത്മാവിനെ കുടുംബത്തിലേക്ക് ആഭിചാരം ചെയ്ത് അയച്ചിട്ടുണ്ട്, അതിങ്ങനെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ആനന്ദ് പിള്ള അയാൾ ജീവിതം ഇങ്ങനെ ഒരു തരത്തിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ജീവിക്കാൻ ലക്ഷ്യമില്ല, ക്രമമില്ല, ജീവിതം മുന്നോട്ട് പോകുന്നില്ല. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ട് ഇയാൾ ഫാനിൽ കെട്ടി തൂങ്ങാനാണ്. ടേബിളിട്ടു, കസേരയിട്ടു, കയറി നിന്നു, കയറിട്ടു, കുരുക്കിട്ടിട്ട് അയാൾ നോക്കുമ്പോൾ ഈ ഷെൽഫിൻ്റെ മേളിൽ
സ്കൂളിൽ നിന്ന് കിട്ടിയ ഈ ഗിദയൻസ് ന്യൂ ടെസ്റ്റമെൻറ്റ്, പ്രൊട്ടസ്റ്റൻ്റുകാർ പെന്തക്കോസ്തുകാർ കൊടുക്കുന്ന ചെറിയൊരു പുതിയ നിയമമുണ്ട്. അത് സ്കൂളിൽ വെച്ച് കിട്ടിയതാണ്. ഹിന്ദു ഫാമിലി ആയതുകൊണ്ടും വായിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഷെൽഫിൻ്റെ മേളിൽ കൊണ്ടിട്ടിരുന്നതാണ്. ഈ തൂങ്ങാൻ വേണ്ടി കയറി കസേരയിട്ട് നിന്നപ്പോൾ കാണുന്നത് ന്യൂ ടെസ്റ്റമെൻ്റാണ്, പുതിയ നിയമമാണ്. ആരും കാണാതിരിക്കാൻ വേണ്ടി മേളിൽ കൊണ്ടിട്ടിരുന്നതാണ്. തൂങ്ങാൻ കയറിയപ്പോൾ കണ്ടു. തൂങ്ങാൻ കയറിയപ്പോൾ ആകെ കണ്ടത് പുതിയ നിയമമാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, ആ ന്യൂ ടെസ്റ്റമെൻറ്റിൽ നിന്ന് ജീവിക്കാനുള്ള എന്തോ ഒരു പ്രേരണ എൻ്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അല്ല, കുരു കഴിച്ചിട്ട് അയാൾ ഇറങ്ങിയിട്ട് അയാൾ അത് പോയി കസേരയിട്ട് അതെടുത്ത് വായിക്കാൻ തുടങ്ങി. ഇന്ന് ക്രിസ്ത്യാനിയാണ്. അയാൾ പറയാണ്, എൻ്റെ കുടുംബം മാറി, ജീവിതം മാറി, ലക്ഷ്യം മാറി, സന്തോഷം, എല്ലാ കാര്യങ്ങളും. അപ്പോൾ മനസ്സിലുണ്ടോ വെളിച്ചം? നമ്മളിങ്ങനെ ഷെൽഫിൻ്റെ മുകളിലിട്ട ഒരു ന്യൂ ടെസ്റ്റമെൻറ്റിനകത്ത് പോലും ഉണ്ട് വെളിച്ചം. നമ്മളിങ്ങനെ എടുക്കാതെ പൊടി പിടിച്ച് കിടക്കുന്ന ആ ബൈബിളിനകത്ത് പോലും ഉണ്ട് ഈ ക്രിസ്തുവാകുന്ന വെളിച്ചം. എത്ര കോടി മനുഷ്യരാണ്! നിങ്ങൾക്ക് വേറെ ഏത് ലോകത്തിലെ ഏത് മതത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും? മറ്റൊരു ദൈവത്തെക്കുറിച്ച് മറ്റൊരു ദൈവമില്ല. ബൈബിൾ ഉപയോഗിക്കുന്നൊരു വാക്കാണത്. തനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ വേറെ ആരെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റും? മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിച്ചം വിതറി പോകുന്ന ഒരാൾ, മനുഷ്യന് വെളിച്ചം മാത്രം കൊടുക്കുന്ന ഒരാൾ. നമ്മൾ ഇത്രയും എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഹിന്ദി എന്ന് പറയുന്ന ഭാഷ ഉണ്ടാക്കിയതൊരു മിഷണറിയാന്ന് പറഞ്ഞു. ഹിന്ദി എന്ന് പറയുന്നൊരു ഭാഷ ഉണ്ടാക്കിയത് മിഷണറിയാന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ മിഷണറിമാരെ പുച്ഛിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത്, ഈ രാജ്യത്ത് വെട്ടം വന്നത് മിഷണറി കയറി വന്നിട്ടാണ്. മലയാളത്തിൻ്റെ ഗ്രാമർ അച്ചടിച്ചത് മിഷണറിയാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ ഗ്രാമർ ഉണ്ടാക്കിയത് ഈ നാട്ടിലെ ആരുമല്ല, ഒരു ജർമ്മൻ മിഷണറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെളിച്ചം. ക്രിസ്തുവിനെ ഉള്ളിൽ പേറിയ മനുഷ്യർ എല്ലായിടത്തും വെളിച്ചം വിതറിയവരായിരുന്നു. അപ്പം അങ്ങനെ ആ വെളിച്ചം വിതറിയ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ക്യാരി ചെയ്തു. അപ്പോൾ യോഹന്നാൻ ഇതാ പറയാൻ ശ്രമിക്കും. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോഴെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ എംപവേർഡ് ആകേണ്ടത് ഈ മേഖലയിലാണ്. നമ്മളിൽ ഈ ജീവൻ വെളിപ്പെടണം, നമ്മളിൽ ഈ വെളിച്ചം ഉണ്ടാവണം. അപ്പോൾ അതാണ് പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു. വായിക്കാം 4. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ വളരെ തകർന്നും വിഷമിച്ചിരുന്ന സമയത്ത് എന്നെ പൊക്കി കൊണ്ടുവന്നത് ഈ വചനമാണ്. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. എന്തൊരു ഇപ്പോഴും വായിക്കുമ്പോൾ ചങ്കിനകത്ത് ആ ഒരു ആനന്ദം വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും കീഴടക്കാൻ ഇരുട്ടിന് പറ്റില്ല. നിങ്ങൾ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ കീഴടക്കാനൊന്നും ഒരു ഇരുട്ടും വളർന്നിട്ടില്ല. ഒരു ഇരുളിനും അതിനുള്ള ശക്തിയില്ല. അതിനൊക്കെ മുകളിലാണ് യേശുവാകുന്ന വെളിച്ചം, അതിശക്തമായ വെളിച്ചം. ആ വെളിച്ചം കത്തിക്കഴിയുമ്പോൾ ഇരുട്ടില്ല. ഇരുട്ട് വഴി മാറിയേ പറ്റൂ. ജ്ഞാനത്തിൽ അങ്ങനെ ഒരു വചനമുണ്ട്, അന്ധകാരം പ്രകാശത്തിന് വഴി മാറും. വഴി മാറിയേ പറ്റൂ, മാറിപ്പോയേ പറ്റൂ. അപ്പോൾ അതാണ്, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഇനി അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, ദൈവം അയച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 6, 7, 8 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. 6, 7, 8 വാക്യങ്ങൾ. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാനെന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ. അതായത് അപ്പോൾ യോഹന്നാൻ വന്നു. യോഹന്നാൻ വന്നത് സാക്ഷ്യപ്പെടുത്താനാണ്. എന്ത് സാക്ഷ്യപ്പെടുത്താൻ? വെളിച്ചത്തെ സാക്ഷ്യപ്പെടുത്താൻ. വെളിച്ചത്തെ സാക്ഷ്യപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ അവതരിപ്പിക്കാൻ, വെളിച്ചം വരുന്നുണ്ട് എന്ന് പറയാൻ. എൻ്റെ ചോദ്യമേ, വെളിച്ചം വരുന്നുണ്ടെന്ന് എന്തിനാ പറയുന്നത്? അതല്ല, വെളിച്ചം വരുന്നുണ്ടെന്ന് യഥാർത്ഥത്തിൽ എന്തിനാ പറയുന്നത്? എന്തിനാ? വെളിച്ചം വന്നാൽ പോരെ? ഇരുട്ടത്തൊരു വെളിച്ചം കത്തിച്ചാൽ പോരെ? അതായത് സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. നമ്മൾ രാത്രി കിടന്നിറങ്ങുന്ന സമയത്ത് നമ്മളെ പെട്ടെന്നൊരാൾ ലൈറ്റ് ഇട്ടാലോ, നമ്മൾ ഉടങ്ങി കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ ഭയങ്കര ലൈറ്റ് ഇട്ടാലോ,
എന്ത് പറ്റും? കണ്ണ് മഞ്ഞളിച്ചു പോവും, കണ്ണടിച്ചു പോവും. അതായത് യേശുവിനെ പോലെയുള്ള അത്രയും ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് ഉള്ളൊരു വെട്ടം ലോകത്തിലേക്ക് പെട്ടെന്ന് വന്നാൽ മനുഷ്യൻ്റെ കണ്ണടിച്ചു പോവും. അതുകൊണ്ട് ഒരാൾ പ്രിപ്പയർ ചെയ്തു, ലൈറ്റ് ഇടാൻ പോവാണേ, ഒന്ന് റെഡിയായിരുന്നോണേ, ലൈറ്റ് ഇടാൻ പോവാണേ, അതിന് വെളിച്ചത്തിന് സാക്ഷ്യം നൽകാമെന്ന്. അതാ പ്രിപ്പയർ ചെയ്യുന്നേ, മനസ്സിലായോ? അതായത് മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുന്നവൻ്റെ സ്വരം, കർത്താവിന് വഴിയൊരുക്കുവിൻ. അതായത് ഭൂമിയിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര സംഭവം നടക്കാൻ പോവുകയാണ്. ഏറ്റവും ഉദാത്തമായ ഒരു ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് നടക്കാൻ പോകുമ്പോൾ ഒരാൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരികയാണ്. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു. എന്നിട്ട് പറയുകയാണ്, അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോണ്ടല്ലോ, യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതെന്തിനെ സൂചിപ്പിക്കുന്ന? യഥാർത്ഥത്തിൽ ഈ യോഹന്നാൻ ഒരു വ്യക്തിയല്ല. യോഹന്നാൻ സൂചിപ്പിക്കുന്നത് ഒരു ഹോൾ പീരീഡിനെയാണ്. ഏത് പീരീഡ് അത്? പഴയ നിയമത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് 6, 7, 8. അതായത് ഈ വെളിച്ചം വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ പുസ്തകങ്ങൾ, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ. ഈ വെളിച്ചം വരാൻ പോകുന്നു. അതിൻ്റെ കൾമിനേഷനാണ് യോഹന്നാൻ മാത്രമല്ല യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയത്. ദ ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റ് ടെസ്റ്റിഫൈഡ് ടു ദ ലൈറ്റ്. ഹോൾ ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് പ്രിപ്പയറിംഗ് ദ വേൾഡ് ദാറ്റ് എ ലൈറ്റ് ഈസ് ഗോയിങ് ടു കം, എ ലൈറ്റ് ഈസ് ഗോയിങ് ടു അപ്പിയർ. ഒരു വെളിച്ചം വരാൻ പോകുന്നു എന്ന് ലോകത്തെ തയ്യാറാക്കി നിർത്തിയ ഒരുക്കമായിരുന്നു പഴയ നിയമത്തിന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ആളാണ് യോഹന്നാൻ. അപ്പോൾ ദൈവം അയച്ച മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വന്നു, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ. അവൻ വെളിച്ചമായിരുന്നില്ല, മറിച്ച് വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനായിരുന്നു. അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതെന്താണ്? അത് രക്തസാക്ഷിയായ ജസ്റ്റിൻ പറയുകയാണ്, ലോഗോസിൻ്റെ ചില അംശങ്ങളെ ലോകത്തുള്ള എല്ലാ തത്വശാസ്ത്രങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് വെളിച്ചം വരുന്നതിന് പ്രിപ്പയർ ചെയ്യായിരുന്നു ലോകത്തെ എന്ന് പറഞ്ഞപ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പേഗൻ ഫിലോസഫീസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിജാതീയ മതങ്ങളുടെ വിശ്വാസങ്ങൾ, വിജാതീയ തത്വചിന്തകൾ, വിജാതീയ മതങ്ങളുടെ അന്തർധാരയെ പ്രവർത്തിക്കുന്ന ആശയങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ യേശു വരുന്നതിന് മുമ്പുള്ള വെളിച്ചത്തിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു എന്നാണ് രക്തസാക്ഷിയായ ജസ്റ്റിൻ മാസ്റ്റർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ. അതായത് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഞങ്ങളെ നയിക്കണമെന്ന് ഏതാണ്ട് 5 സെഞ്ചുറി അല്ലല്ലോ, അതായത് 5000 വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു ജനതയാണിത്. 5000 വർഷങ്ങളായിട്ട് ഈ ജനത പ്രാർത്ഥിക്കുകയാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്കും, അതുപോലെ തന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ആ ജനതയുടെ അടുത്തേക്ക് അയക്കപ്പെട്ട അപ്പസ്തോലനാണ് തോമസ് ലീഗ. ആ തോമസ് ലീഗ ചോദിച്ചപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അതായത് 5000 കൊല്ലങ്ങളായിട്ട് ഭാരതം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഒരുത്തനെ വിടുമ്പോൾ അവനോടാണ് പറഞ്ഞത്, ഞാനാണ്, നീ അവിടെ ചെന്ന് പറയാം, ഞാനാണ് വെളിച്ചം. ഒരു 5 സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ഭാരതം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് യേശു. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനായിരുന്നു ഭാരതത്തിലെ തത്വചിന്തകളെല്ലാം തന്നെ. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ പേഗൻ ഫിലോസഫികളും ജസ്റ്റിൻ പറയുകയാണ്, അതായത് ഈ സത്യത്തെ ധ്യാനിച്ച് അവർ ലോഗോസിൻ്റെ ഏതെങ്കിലുമൊക്കെ അംശം മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ച് അംശങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ ഒരുക്കമായിരുന്നു. സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് ലോകമതങ്ങൾ. ഇത് കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. സുവിശേഷത്തിനുള്ള ഒരുക്കമാണ് ലോകമതങ്ങൾ. അപ്പോൾ അവൻ വെളിച്ചമായിരുന്നില്ല,
വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. 9-ാമത്തെ വാക്യം വായിക്കാം. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. 10-ാമത്തെ വാക്യം, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ഇവിടെ ലോകം എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ കാലം മാത്രമല്ല, യേശുവിന് മുമ്പുണ്ടായിരുന്ന ഹോൾ ഹ്യൂമാനിറ്റി, മനുഷ്യൻ്റെ ഇന്ന് വരെ, മാനവകുലത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തെക്കുറിച്ച് പറയുകയാണ്. എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, പക്ഷേ അവനെ ആരും അറിഞ്ഞില്ല, അവനെക്കുറിച്ച് ആർക്കും മനസ്സിലായില്ല. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ഇത് പറയുന്നത് ഇതിനു മുമ്പ്, ഇസ്രായേലിലേക്ക് യേശു വെളിപ്പെടുന്നതിന് മുമ്പുള്ളൊരു കാലത്തെക്കുറിച്ചാണ്. അവർക്ക് ആർക്കും മനസ്സിലായില്ല. എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിലൂടെയാണ്, ആ ദൈവപുത്രനിലൂടെയാണ്, വചനത്തിലൂടെയാണെന്ന് വ്യക്തത കിട്ടിയിരുന്നില്ല. അടുത്ത വാക്യം, അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഹി കെയിം ടു ഹിസ് ഓൺ. അവൻ്റെ സ്വന്തം ജനതയുടെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കുന്ന പറഞ്ഞാൽ തൊട്ടടുത്ത വാക്യത്തിലുണ്ട്, 12-ാമത്തെ വാക്യത്തിൽ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിശ്വസിക്കുക എന്നാണ്. അപ്പോൾ അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിച്ചില്ല. 12-ാമത്തെ വാക്യം വായിക്കാം, വായിച്ചേ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാവാൻ, അതായത് ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ദൈവമക്കൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വാചകമാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ദൈവമക്കളാവുക എന്ന് പറഞ്ഞാൽ, സ്വീകരിക്കുക, വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. യേശുവിനെ സ്വീകരിക്കുക, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവനിൽ വിശ്വസിക്കുക. വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ 3 അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? ക്രെഡൻസ്, കോൺഫിഡൻസ്, കണ്ടിന്യൂറ്റി. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുക. ദൈവമക്കളാവുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവനിൽ വിശ്വസിക്കുന്നത് വഴി. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ട്, റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഉണ്ട്, വിശ്വാസത്തിൻ്റെ അനുസരണം, വിശ്വാസത്തിൻ്റെ വിധേയത്വം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരിക്കുക എന്നാണ്. വിശ്വസിക്കുക, അനുസരിക്കുക. പിന്നെ ഉള്ളത് അനുഗമിക്കുക. വിശ്വസിക്കുക, അനുസരിക്കുക, പിന്നെന്താ? അവൻ്റെ പുറകെ പോകണം, അനുഗമിക്കുക, അവൻ്റെ കൂടെ നടക്കണം. പിന്നെ അടുത്തത് കുരിശെടുക്കണം. ഈശോ അങ്ങനെ പറഞ്ഞില്ലേ, കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. പിന്നെന്താണ്? അവൻ്റെ നാമത്തെ ഏറ്റു പറയണം, കൺഫസ് ഹിസ് നെയിം. പിന്നെന്താണ്? അനുദപിക്കണം. പിന്നെന്താ? മാമോദീസ സ്വീകരിക്കണം. ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. അതായത് അവനെ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാവാൻ കഴിവ് നൽകിയെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ദൈവത്തെ യേശു ഓക്കെ ഞാൻ വിശ്വസിച്ചു സ്വീകരിച്ചു എന്നുള്ളതല്ല, ദ ഹോൾ പ്രോസസ്സാണ് യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. വിശ്വസിക്കുക, അനുസരിക്കുക, അനുഗമിക്കുക, പിന്നെന്താണ്? കുരിശെടുക്കുക, പിന്നെ പാപങ്ങൾ ഏറ്റുപറയുക, അതുപോലെ തന്നെ അവൻ്റെ നാമത്തെ ഏറ്റുപറയുക, പിന്നെ അനുദപിക്കുക, മാമോദീസ സ്വീകരിക്കുക, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുക. ദ ഹോൾ പ്രോസസ്സിൻ്റെ പേരാണ് അവനെ സ്വീകരിക്കുക. അവർക്കാണ് ഏത് സ്ഥാനം കിട്ടുന്നത്? ദൈവമക്കളാവാനുള്ള കഴിവ് കിട്ടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നല്ല. ദ ഹോൾ പ്രോസസ്സാണ്. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൗദാശിക ജീവിത ക്രമത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ദൈവമക്കളാവാനുള്ള, യേശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും കൂദാശാബന്ധിതമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. യോഹന്നാൻ കൂദാശകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാമോദീസയെക്കുറിച്ച് പറയുന്നുണ്ട്, പരിശുർബാനെക്കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ പൗരോഹിത്യം എന്ന കൂദാശയെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ ഒത്തിരി പരിശുദ്ധാത്മ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൂദാശാനുബന്ധമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ദൈവമക്കളാവുക. അപ്പോൾ അത് വായിച്ച് നിർത്താം. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമുക്ക് കൂടുതലത് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, എപ്പോഴും എന്നേക്കും. ആമേൻ.